ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗാരേജിൽ ഇപ്പോൾ 2 വ്ളോഗ് കിട്ടിയിരുന്നു ഈ 2 ആഴ്ചയായിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ വ്ളോഗാണ്. അപ്പോൾ ഈ ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വിഷു, അതേപോലെ തന്നെ ഈസ്റ്റർ, പെസഹവ്യാഴം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ. അപ്പോൾ 3 ദിവസം അവധിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് പറയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ 3 ദിവസം കൊണ്ട് കുറച്ച് വണ്ടികൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മളൊരു എറ്റിയോസാണ്. എറ്റിയോസ് നമ്മൾക്ക് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നതാണ് ഒരു വണ്ടിയാണ്. റൂഫ് ബ്ലാക്ക്, അതായത് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് മേലേക്ക് ബ്ലാക്ക്, ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്തിട്ട് ഇവിടുന്ന് മേലേക്ക് ബ്ലാക്കും താഴ്വശം റെഡ് കളർ അടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബോഡി ഒരക്കലും കാര്യങ്ങൾ, ഡെൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരക്കലും കാര്യങ്ങളും ഷേപ്പിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു എത്തിയോസ് നമ്മൾക്ക് കൺവേർഷന് വേണ്ടി വന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പുതിയ മോഡലിലേക്ക്, പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഫുൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബോഡി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അതേപോലെ തന്നെ ഡെൻഡിങ് വർക്കുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫെൻഡറൊക്കെ നോക്കണമെങ്കിൽ നല്ല ഗ്യാപ്പൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡിക്കിയുടെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്. ആ ഡിക്കിയുടെ കംപ്ലയിൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും മുന്നേ. അപ്പോൾ അതിപ്പോൾ സോൾവ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിൽ സെറ്റിംഗ് ഇന്ന് തീരും. അപ്പോൾ ഇതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കുട്ടിയുടെ വർക്ക് ഏകദേശം ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടി അവിടെ മൊബൈലിയോ ഇവിടെ നിൽക്കുകയാണ്. അതിന് പാച്ചിൻ്റെ ഇഷ്യൂ, റെസ്റ്റിൻ്റെ ഇഷ്യൂ കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം തീർന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ അയച്ചു നോക്കുമ്പോൾ ഓരോരോ ഏരിയകളിലാണ് റെസ്റ്റിൻ്റെ ഇഷ്യൂ കാരണം കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് തന്നെ തീർന്നു എന്ന് പറയാം, പാച്ച് വർക്ക്. ഈ ഒരു സൈഡ് കുറച്ചുകൂടി ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഈ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. വണ്ടിയുടെ ഷേപ്പിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രൈമർ അടിച്ച്, അതായത് ബോഡി തുടങ്ങിയിട്ടുള്ള വർക്ക് നടക്കുന്ന വണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെൻഡിങ് കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഈ ഒരു സൈഡും വർക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാരുതി സിയാസ് ഇവിടെ ഏകദേശം പുട്ടി വർക്ക്, കാരണം ഇന്നലെ ഞാൻ ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ ഓവർ ടൈം ചെയ്തിട്ട് കുട്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തു. അപ്പോൾ അതിവിടെ ഈ സൈഡും കാര്യങ്ങളൊക്കെ തീർന്നപ്പോൾ നമ്മുടെ ഈ ഒരു ഫെൻഡർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പെയിൻറ്റിൻ്റെ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളും ഉറച്ച് കളഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ പ്ലാറ്റ്ഫോം കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇവിടെ സെറ്റിങ് ഏകദേശം ആയി നിൽക്കുന്നു. പ്രൊജക്ടർ ഹെഡ്ലൈറ്റും LED ടൈലാകുമ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വർക്ക്, ഇതിന് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾക്ക് ഇനിയിപ്പോൾ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പോളിഷിങ്ങിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിരിക്കും. ഒരു മിനിറ്റ് നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ പ്ലാറ്റ്ഫോം പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തു. സെറ്റിങ് ഏകദേശം അകത്തത്തെ ഈ ഒരു രീതിയിൽ സെറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുരുമ്പ് വരാത്ത രീതിയിലുള്ള എപ്പോക്സി കോട്ടിങ്, അതേപോലെ തന്നെ ഒരു സിൽവർ കളർ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മളുടെ ഈ ഒരു ഹോണ്ട സിറ്റി നമ്മൾ ബമ്പർ സെറ്റിങ് ചെയ്തതിന് ശേഷമാണ് വണ്ടി പെയിൻറ്റിന് പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ കോട്ട് നമ്മൾ ഫുള്ള് ഇന്നർ സൈഡിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ നോക്കണമെങ്കിൽ ഇന്നർ സൈഡിൽ അണ്ടർ കോട്ട് അടിച്ചു. കാരണം ഹോണ്ട സിറ്റി ബമ്പർ നമ്മൾ ഇമ്പോർട്ടഡ് ബമ്പറാണ്, അതായത് ആഫ്റ്റർ മാർക്കറ്റ് ബമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ സെറ്റിങ്ങിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളത് ഈ രീതിയിൽ പെയിൻറ്റിങ് ഇന്നർ സൈഡിൽ അണ്ടർ കോട്ട് അടിക്കുകയും അതിനുശേഷം ബമ്പർ അണ്ടർ കോട്ട് അടിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സെറ്റിങ് ചെയ്യുന്നത് കേട്ടോ. പ്രൈമർ കോട്ട് അടിച്ചതിന് ശേഷം അണ്ടർ കോട്ട് അടിച്ചതിന് ശേഷമാണ് ഒരു ബമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിന് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. പിന്നറിലുള്ള അണ്ടർ കോട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ വെൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യാൻ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഒരു വൈറ്റ് കളർ ഇന്നോവ നമ്മൾ അവിടെ ഇട്ട് പണിയത്. ഈ ഒരു വണ്ടി പെയിൻറ്റിങ്ങിന് കയറിയിട്ടുണ്ട്. അണ്ടർ കോട്ട് സിൽവർ അടിച്ചു. അതിനുശേഷം ഇത് അവൻ്റെ ബ്രൗൺസ് നാട്ടുള്ള ക്രിസ്റ്റയുടെ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ അതടിക്കാൻ പോണ കളറ്
4V8 എന്ന് പറഞ്ഞിട്ടുള്ള കോഡിലാണ് ഇത് അടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പഴയ ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളായാലും സാധാ ഒരു എന്നിട്ട് പറയുക പരന്ന് കിടക്കുന്ന രാജകീയമായിട്ടുള്ള പ്രൗഢി എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ള വണ്ടി തന്നെയായിരുന്നു ഹോണ്ട സിറ്റി. അപ്പോൾ ആ ഒരു വണ്ടി പെയിൻറ്റിങ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്കിപ്പോൾ അടിക്കാൻ പോണതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഹാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ, ആ ഒരു കളറാണ് നമ്മളൊരു വണ്ടിയിൽ അടിക്കാൻ പോകുന്നത്. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ പെയിൻറ്റിങ് ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് ബമ്പർ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ബമ്പർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പുറത്തെങ്ങാനും സ്ക്രൂ അടിക്കേണ്ട വല്ല ഇത് വരുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നോക്കിയത്. സംഭവം ഓൾറെഡി ഈ ഒരു ബമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ ആയതുകൊണ്ട് ഒറിജിനൽ ബമ്പറിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിന് കുറവായിരിക്കും. കാരണം ഇത് പഴയ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് തന്നെ സെറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ടാണ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബമ്പർ പ്രോപ്പർ സെറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവണ്ട ബ്രൗൺസ് എന്നിട്ടുള്ള ആ ഒരു കളറ് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊത്തി കിടക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ഏത് രീതിയിലാണെന്ന്. ഫുള്ള് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു കേട്ടോ, അപ്പോൾ ആ വണ്ടിയാണ് നമ്മൾ ഈ ഒരു കളർ അടിച്ചിരിക്കുന്നത്. പിന്നെ ബമ്പറും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുറത്തിറക്കിയിട്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. കളറിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല സൗണ്ട് ഉണ്ട്, 2 കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ടും ബഹളങ്ങളൊക്കെ ഉണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോണ്ട സിറ്റി ഇവിടെ അതെ സെറ്റിങ് ഫ്രണ്ടും ബാക്കും, അതായത് ബാക്കും നേരത്തെ കണ്ടിരിക്കും നിങ്ങൾ, ഫ്രണ്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹോണ്ട സിറ്റിയുടെ അപ്പോൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ഹെഡ് ലൈറ്റ് ഡെപ്പോൻ്റെ ബ്രാൻഡ് ഹെഡ് ലൈറ്റാണ്. ഡെപ്പോ കുഴപ്പമില്ലാത്ത ബ്രാൻഡ് കേട്ടോ, ഫെയ്ഡും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് നിങ്ങൾ ഹെഡ് ലൈറ്റ് എടുക്കുമ്പോൾ ഡെപ്പോ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഹെഡ് ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹെഡ് ലൈറ്റാണ് നമ്മൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ ഹെഡ് ലൈറ്റ് തന്നെയാണ്, ഡെപ്പോണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഇന്നോവയുടെയൊക്കെ നോക്കണം, നമ്മൾ ഡെപ്പോ തന്നെ യൂസ് ചെയ്യണത്. അതെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയത് വരുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ മറിഞ്ഞു. ഫുൾ പെയിൻറ്റിങ് ബ്ലാക്ക് അടിയിട്ടുണ്ട്, ബ്ലാക്ക് കളറാണ് വരുന്നത് ഫുള്ളും. അപ്പോൾ വീഡിയോയിൽ കാണാം നമുക്ക്. അലോയിലും കാര്യങ്ങളൊക്കെ ഇവിടെ പെയിൻറ്റിങ് ആയിട്ടുണ്ട്. അതിൻ്റെ പുട്ടി ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോർമലായിട്ട് ഫ്രാക്ചറുള്ളടത്തൊക്കെ നോർമൽ രീതിയിൽ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പ്രൈമർ കോട്ട് അടിക്കാനാണ് പോണത്. അപ്പോൾ നമ്മളെ വൈറ്റ് വണ്ടിയുടെ ഫൈനൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസത്തെ വ്ളോഗായിരുന്നു. നമ്മളത് ഹോണ്ട സിറ്റി അങ്ങനെ ഫൈനലി ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പെയിൻറ്റിങ് ചെയ്യണത്. കാരണം നമ്മൾ പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് കാരണം ഇന്നറിൽ അടിച്ചില്ല എന്നില്ല കേട്ടോ. ഇന്നറിൽ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഹെഡ്ലൈറ്റും ബമ്പറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് അടിച്ചിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇതൊരു കാർജറ്റ് എന്ന് പറയുന്ന ഒരു ബോഡി ഷോപ്പ് ഗ്യാരേജിൻ്റെ ചാനലാണ്, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ തുടരെ വീഡിയോസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫൈനൽ വീഡിയോസൊക്കെ വേറെ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അതെ അവൻ്റെ ബ്രൗൺസ് ഇതേ അവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ മറ്റേ വണ്ടി ഇതേ ഫൈനലായിക്കൊണ്ടിരിക്കുന്നു. അതവിടെ സിയാസ് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ. അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.